എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലും ഒരുമിച്ചുള്ള സിനിമ കാണുന്നു. പക്ഷെ അവര് രണ്ട് തുത്തുകളായിട്ട് തനിയെ കയറുവാണ്. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഈ സൂര്യ നമ്മുടെ സൗത്തിലെ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് എത്ര വലിയ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവർ ഒരുമിച്ച് നിൽക്കണം. ഞാൻ ജീവിതത്തിൽ ഇടപെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് ജഡ്ജ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഓരോരോ സിറ്റുവേഷനിൽ നിന്നാണ് ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെയാണ്. ഒരു കലയുടെ മേൽ രാഷ്ട്രീയത്തിന് അത്രയ്ക്കും കൺട്രോൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഭാവി അപ്രിയ സത്യം പറയാറുന്നൊരു വളരെ കൃത്യമായിട്ടുള്ള ചാണക്യനീതിയുണ്ട്. അപ്പൊ കുറെ സംഖ്യയൊക്കെ ചാണക്യം മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്. ഒരാളെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രണയം. ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ജെന്യൂൻ ആയില്ലെങ്കിൽ അതും നമുക്കൊരു ലെസണാണ്. അതായത് ആസ് എ പേഴ്സൺ എനിക്ക് മരണത്തെ പോലും പേടിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയിൽ ഇറങ്ങി ഞാനൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിയർ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കില്ലാത്ത ഒരുപാട് കാമുകന്മാരുണ്ട്. എനിക്ക് അറിയാൻ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അല്ല, ഉള്ള കാമുകന്മാർ, പക്ഷെ ഇല്ലാത്ത ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടു. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് പോലും ഞാൻ ഉണ്ടെന്നുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ വാ തുറന്നിട്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അവസരങ്ങൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതും കൂടി ഇല്ലാണ്ടാക്കരുത് പ്ലീസ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പോലും മലയാളത്തിന്റെ രാഷ്ട്രീയ ചായ്വുകൾ ഏത് ഭാഗത്താണ് ഇത് നോക്കിയിട്ട് വേണം സ്റ്റേജുകൾ വരെ ചൂസ് ചെയ്യണം, അത്തരത്തിലാണോ തോന്നുന്ന അഭിപ്രായം? രാഷ്ട്രീയ ചായ്വുകൾ എന്നുള്ളതല്ല. എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പൊതു മുതലാണ് ആർട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ആർട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാക്കാം. ഇതിലൂടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ട് ഒരാൾ, ഒരു ടീം വിളിച്ചു. എന്തിനാണ് അവിടെ വിളിച്ചതെന്ന് വെച്ചാൽ അവർ നടത്തുന്ന ഫാഷൻ ഷോ ജഡ്ജ് ചെയ്യാനാണ് എന്നെ വിളിച്ചത്. മലയാളി മംഗ പ്രോഗ്രാം. ഞാൻ അവിടെ പോകുന്നത് എൻ്റെ പണിയെടുക്കാനാണ്, അവരെ ഗ്രൂം ചെയ്യിക്കാൻ, അവർ ചെയ്യുന്ന കാര്യം. ഞാൻ അവിടെ പോയിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാനല്ല. പക്ഷെ അതിനെ രാഷ്ട്രീയപരമായിട്ട് ആളുകൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ ഞാൻ അവിടെ പോയി എന്നുള്ളത് തെറ്റാണോ? ഞാൻ എൻ്റെ പണിയെടുക്കാനാണ് പോയത്. നാളെ അവിടെ സൗണ്ടും ലൈറ്റും വെച്ചവന് പോലും രാഷ്ട്രീയക്കാരനാവോ? അവൻ ആർട്ടിസ്റ്റ് ആണല്ലോ, അവൻ രാഷ്ട്രീയക്കാരനാവോ? അപ്പൊ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സിനോട്, ഞാൻ അവിടെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയി, ഞാൻ പോയത് ഈ പരിപാടിക്കാണ്, പക്ഷെ അത് ഇന്നൊരു ഡിഫറെന്റ് ആയ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആൾക്കാർ ഇടി നിന്നെ സംഖ്യ ഓൾറെഡി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ലേബലിംഗ് കിട്ടുന്ന സാഹചര്യത്തിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകുന്ന പറഞ്ഞാൽ എൻ്റെ സിനിമകൾ ഞാൻ ഒരുപാട് ഉപേക്ഷിക്കേണ്ടി വരും, ക്യാരക്ടേഴ്സ് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കാൻ ഇപ്പൊ തൽക്കാലം എനിക്ക് മനസ്സിലായി, എനിക്ക് ജീവിക്കണം, എനിക്ക് കഥാപാത്രങ്ങൾ വേണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു രാഷ്ട്രീയം എന്നെ ബാധിക്കുന്നില്ല എൻ്റെ ആർട്ടിൽ. ആ കല പറയുന്ന രാഷ്ട്രീയം വേറെ തന്നെ ആയിരിക്കാം. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാം ഈ ഒരു 60 വർഷത്തിനോ അല്ലെങ്കിൽ ഒരു 30 വർഷത്തിനിടയിൽ ഉണ്ടായ ഡെവലപ്മെന്റ്സ് വെച്ചിട്ട് എൻ്റെ ബ്രെയിൻ മാറണമെന്ന് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? എനിക്ക് അതിനു മുമ്പ് എത്രയോ കൊല്ലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന വിശ്വാസങ്ങളും അല്ലെങ്കിൽ എത്രയോ കൊല്ലങ്ങളായി ഡെവലപ്പ് ചെയ്തു വന്ന മാറ്റങ്ങളും ഉണ്ട്. ഇത് ഇപ്പൊ ഉണ്ടായ ഒരു കാര്യം നാളെ ചിലപ്പോൾ മാറാം. അപ്പൊ എന്താണോ സത്യം അതിനെ തിരയുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല. പക്ഷെ അവിടെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇപ്പോ തന്റെ കഴിവുകൾ എന്തൊക്കെ തന്നെയാണെന്നെങ്കിൽ പോലും മലയാളത്തിന്റെ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചായ്വുകളോ താല്പര്യങ്ങളോ വ്യക്തികളിൽ എന്താണ്, അതിനെതിരെ നിന്നാൽ അവസരങ്ങൾ കുറയും പേടി തോന്നിയിട്ടുണ്ട്? എനിക്ക് ഓൾറെഡി ഞാൻ വാ തുറന്നിട്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അവസരങ്ങൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതും കൂടി ഇല്ലാണ്ടാക്കരുത് പ്ലീസ്. പേടി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് അപ്പൊ ഇവിടെ ആർട്ടിനെ അല്ല കാണുന്നത്. അതായത് നിങ്ങൾ ഞാൻ പറയട്ടെ, മലൈക്കോട്ടെ വാലിബാൽ ഞാൻ പറയട്ടെ വന്നാൽ പോലും എന്റേതായിട്ടുള്ള വ്യക്തിത്വങ്ങളും വ്യക്തി താല്പര്യങ്ങളും വ്യക്തി രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്ക് തന്നെ നിൽക്കും. എന്നിട്ട് എന്നിലെ കലാകാരിയെ നിങ്ങൾ ഞാൻ പറയട്ടെ നമ്മുടെ കലാകാരിയുടെ ലിമിറ്റ് എവിടെയാണ്? ഈ എറണാകുളമാണോ, കേരളമാണോ, തമിഴ്നാടാണോ, ഇന്ത്യയാണോ, വേൾഡ് അല്ലേ? നമ്മൾ ആ വേൾഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ സാഹചര്യം. നമ്മൾ ചുരുക്കുന്ന എന്താണ്? നമുക്ക് ഡ്രീം കണ്ടൂടെ വലിയ വലിയ കാര്യങ്ങൾ? അപ്പൊ നമ്മൾ അവിടെ പൊളിറ്റിക്സ് ആണോ പറയേണ്ടത്? എന്റെ പണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കിട്ടുക,
ആ ക്യാരക്ടർ എത്രത്തോളം നിങ്ങൾക്ക് ആത്മാർത്ഥം, അതൊരു സംഘി ക്യാരക്ടർ ആണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ക്യാരക്ടർ ആണെങ്കിലും ഒരു മുസ്ലിം ക്യാരക്ടർ ആണെങ്കിലും എന്ത് ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ പണിയേ എനിക്കറിയുള്ളൂ. അത് നിങ്ങൾ എങ്ങനെ കാണുന്നുള്ള എന്റെ വിഷയമാണോ, അത് നന്നായി ചെയ്യാന്നുള്ളതല്ല എന്റെ വിഷയം. നാളെ എൻ്റെ അടുത്തൊരു സംഘി ക്യാരക്ടർ വന്നു, ആ ക്യാരക്ടർ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്നിലെ ആർട്ടിസ്റ്റ് ഭയങ്കര മോശമല്ലേ? അല്ല, ഇത് ശരിക്കും സിനിമയിലെ തിരശ്ശീലിലെ സ്ക്രീനിൽ വരുമ്പോഴുള്ള വേഷങ്ങളെ അല്ലല്ല, അത് ആളുകൾ ജഡ്ജ് ചെയ്യുന്നത്, കാരണം അതിലെ ഇപ്പൊ ഒരു സിനിമയിലെ പൊളിറ്റിക്സ് ഉണ്ടാവും അന്ന് വെച്ച്, പക്ഷെ ആർട്ടിസ്റ്റുകൾ അതിന് പൊളിറ്റിക്സുമായി റിലേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യമാണ്. കാരണം ഇപ്പൊ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പടമാണ്, അതുകൊണ്ട് സംഘികളായ ആളുകൾ ആരും അഭിനയിക്കരുത്. ഇതൊരു സംഘി പടമാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആരും അഭിനയിക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം സിനിമകൾ ഉണ്ടാവുമോ? മെയിൻ സ്ട്രീം നടന്മാരെ വെച്ച് ആളുകൾ സിനിമ എടുക്കും? ഇല്ലല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ട് ആൾക്കാർ, എനിക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല ഒരാളെ. അതായത് ആർട്ടിസ്റ്റുകളെ പ്രത്യേകിച്ചും കാറ്റഗറൈസ് ചെയ്യാനേ പാടില്ല. അത് ഒരു കലയുടെ മേൽ രാഷ്ട്രീയത്തിന് അത്രയ്ക്കും കൺട്രോൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഭാവി എന്താണ്? പക്ഷെ എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ പുതുതലമുറ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സിനിമകൾ ഇറക്കുന്നുണ്ട്. അവർ ഒരുപാട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഈ ബ്രെയിനിന്റെ തുരുത്തിൽ നിന്ന് അവർ ഭയങ്കര മനുഷ്യത്വത്തിലേക്ക് നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും പുതുതലമുറ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മൂക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പിന്നെ ഇപ്പൊ ഇനി ഒരുപാട് പേര്, കാരണം വലിയ വലിയ സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലും ഒരുമിച്ചുള്ള സിനിമ കാണുന്നത്. പക്ഷെ അവര് രണ്ട് തുരുത്തുകളായി തനിയെ കയറുവാണ്. പക്ഷെ ഇവരൊക്കെ കൂടി ഒരുമിച്ചുള്ള സിനിമകൾ എന്ത് രസമുള്ള 2020. അതിൽ കഥയൊന്നുമല്ലല്ലോ, ആ ആൾക്കാരുടെ പ്രസൻസ് ആണല്ലോ നമ്മളെ സന്തോഷിപ്പിച്ചത്. അപ്പൊ ഇതുപോലെ എന്തുകൊണ്ട് ഇവിടെ ഒരുമിച്ചുന്നവര്, കാരണം തന്നെക്കാൾ ശക്തനോട് വെട്ടി കയറുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. ഇവിടെ ഈ ചെറിയ ശക്തനായി അവനെ വെട്ടും. ഹെൽത്തി കോമ്പറ്റീഷൻ ഇല്ല ഇവിടെ. മോസ്റ്റ്ലി അവന്റെ സിനിമ നന്നായ ഞാൻ അവനെ വെട്ടും, എന്നാൽ അവന്റെ സിനിമ ആസ്വദിച്ച് അതിനേക്കാൾ നല്ല സിനിമ ഞാൻ എടുക്കണം. അതിനേക്കാൾ അതല്ല ഉണ്ടാവുന്നത്. ഇത് ആ പരസ്പര ഹെൽത്തി കോമ്പറ്റീഷനേക്കാളും കൂടുതൽ ഇവിടെ അതാണ് എനിക്ക് കാണുമ്പോൾ. അല്ലാതെ ഞാൻ വിചാരിക്കുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ഈ വലിയ വലിയ നടന്മാർ ഒരുമിച്ച് നിന്ന എന്ത് വലിയ സിനിമകൾ, ഹോളിവുഡ് പോലും വെല്ലുന്ന സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? ഇത് ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഇൻഡസ്ട്രികൾക്ക് തന്നെയാണ് നഷ്ടം. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, ഈ സൂര്യ, നമ്മുടെ സൗത്തിലെ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നിന്ന് എത്ര വലിയ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവർ ഒരുമിച്ച് നിൽക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരുമിച്ച് നിൽക്കലാണ് നമുക്ക് വേണ്ടത്. പകരം ഇവിടെ നീയാണോ വലുത്, കുറച്ച് അവൻ നന്നായി അവനെ വെട്ടും. അല്ലാതെ അവനിലപ്പുറം ശക്തി ആർജിക്കാനല്ല ശ്രമിക്കുന്നത്. ഇതാണ് എനിക്ക് പ്രശ്നം. കാരണം എല്ലാത്തിനും നമ്മൾ സെഗ്മെന്റഡ് ആയിട്ട്, കാരണം നമ്മുടെ ബ്രെയിനിനെ ഒന്ന് സ്നേഹിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുത്താണ്. എനിക്കത് പറ്റൂല. എനിക്ക് മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കണം, എനിക്ക് വെറുക്കണ്ട. ഇതാണ് ബേസിക്കലി. ഇല്ല, കാരണം എനിക്ക് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവർക്കും പരസ്പരം വെറുപ്പാണ്. മറ്റുള്ളവർ കുറ്റം പറയുന്നതിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. എനിക്കത് വേണ്ട. ഞാൻ മടുത്തു. ഞാൻ പണ്ട് ചെയ്തിട്ട് എനിക്കത് എന്താണ് പറയുക, ഒരാളും പേഴ്സണലി കുറ്റം പറയേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം. സംസാരിച്ചു തുടങ്ങിയ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ചോദ്യത്തിൽ തന്നെ ഉള്ളൊരു ചോദ്യമാണ് ടോപ്പ് 3 പോകുന്നത്. റെഡി അല്ലേ? സോ ഹിമ ശങ്കർ ശരിക്കും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഇപ്പോഴും ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്? എനിക്ക് പൊതുവെ ഭയങ്ങളില്ല. അതായത് ആസ് എ പേഴ്സൺ എനിക്ക് മരണത്തെ പോലും പേടിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയിൽ ഇറങ്ങി ഞാനൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിയർ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാതെ ആൾക്കാർ നമ്മളെ, അതായത് പേഴ്സണലി അല്ല ഞാൻ പറയുന്നത്, പേഴ്സണലി എനിക്കിപ്പോൾ എന്നെ കൊല്ലാൻ വന്നാലും ഞാൻ ചിലപ്പോൾ കൊന്നോളൂ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് നിവൃത്തി ഇല്ലെങ്കിൽ ഞാൻ പറയാ ഞാൻ ചത്തോണം. പെട്ടെന്ന് നമുക്ക് വേറൊരു വേൾഡ് എന്താന്ന് അറിയാലോ. ആ ക്യൂരിയസ് ഇത്തിരി വട്ടുണ്ട്, അതുകൊണ്ട് ക്ഷമി. അപ്പൊ വേറൊരു വേൾഡ് എന്താന്നുള്ളത് നമുക്കൊന്നും അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചിന്തിക്കുന്ന ഒരാളാ. അപ്പൊ ഇല്ല. പക്ഷെ കരിയറിലേക്ക് കടക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു സ്ട്രെസ് അനുഭവിക്കും. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ചെയ്യുന്നത് കൃത്യമായി. ഞാൻ ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്, പക്ഷെ ഞാൻ ആക്ടിങ്ങിലാണ് പോകുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ എങ്ങനെ നിൽക്കണം? ഇവിടെ ഞാൻ കെയർഫുള്ളാണ്. ഇവിടെ ഇനി ആൾക്കാരെ ഇനി വെറുപ്പിക്കരുത് സംസാരം കൊണ്ട് എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എന്താണ് പറയാ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചോദിക്കും, ഞാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉത്തരം പറയും. അപ്പൊ ഇനിയിപ്പോ എത്ര എന്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഒക്കെ പ്രശ്നവും എന്നെ തെറി വിളിക്കും. പിന്നെ അത് നോർമൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ. പക്ഷെ സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എനിക്ക്
ഒരാളെയും എന്നെ കൊണ്ട് വേദനിപ്പിക്കരുത്, അങ്ങനെ വേദനിപ്പിക്കരുത്. ഞാൻ മൂലം ഒരാളുടെ പേഴ്സണലി ഒരാൾക്ക് ഞാൻ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പറയേണ്ട കാര്യങ്ങൾ പറയും, പക്ഷെ പേഴ്സണലി ഒരാളെ എനിക്ക് ദ്രോഹിക്കരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടാകും. ബോധപൂർവം അല്ലാതെ ഒരു ജീവനെ പോലും വേദനക്ക് ഞാൻ കാണാകാരിയാവരുത്. കാരണം ഞാനൊരു ഈ വഴി കൂടെ പട്ടികൾ പോകുമ്പോൾ പോലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. കാരണം എനിക്ക് അതിനെ വേദനിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഒരു ജീവനും. അപ്പോൾ മീൻസ് നമ്മൾ കഴിക്കുക, അപ്പൊ ചോദിക്കും കഴിക്കുന്ന കാര്യം ചോദിക്കും, പക്ഷെ അത് ഫുഡിന് വേണ്ടിയാ, അത് ഡിഫറെന്റ് കാര്യം. നമ്മൾ വേദനിപ്പിക്കുന്നില്ല, പക്ഷെ അത് നമ്മള് വേദനിപ്പിക്കുന്നില്ലല്ലോ. നമ്മൾ അതിനെ ഇപ്പൊ കൊന്ന പാപം തിന്നാ തീരുന്നുള്ള പോലെ തന്നെയാണ്. ഇപ്പൊ അത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയാണെങ്കിൽ മാനിനെ സിംഹം കൊല്ലരുത്. പിന്നെ എന്തുകൊണ്ടാണ് ചില മൃഗങ്ങളെ മാത്രം ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അത് പേഴ്സണൽ റീസൺസും ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് എന്താണ് കഴിച്ചിരുന്ന സാധനം ചിലപ്പോ നാളെ നമുക്ക് ഇപ്പൊ പുറത്തുനിന്ന് പുഴുവിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കഴിച്ച് ശീലിച്ചില്ല? അപ്പൊ അത് ഓരോ സ്ഥലങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ശീലം ഓക്കെ, ശീലിക്കാതിരുന്നതും ചില മീറ്റ് ചിലത് കഴിക്കുന്നതുള്ള വ്യക്തി ഇഷ്ടങ്ങളും താല്പര്യങ്ങളായിരിക്കാം. നിർബന്ധപൂർവ്വം ബോധപൂർവ്വം അത് കഴിക്കരുതെന്ന് പറയുന്ന രീതിയോട് യോജിക്കുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ അബ്രിങ് ചെയ്തു. ഇപ്പൊ ചില വീടുകളിൽ എന്താണ് പന്നി ഉണ്ടാക്കില്ല, ചില വീടുകളിൽ പന്നി ഉണ്ടാക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീറ്റ് പന്നിയാണ്. അപ്പൊ ഇത് കഴിക്കാത്ത വീടുകളുണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. ഞാൻ എന്താണ് മുതലിറച്ചി കഴിച്ചിട്ടില്ല, കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് പേഴ്സണൽ ചോയ്സാ. പിന്നെ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ ആ കുറ്റം എന്താണ്, അവര് കഴിച്ചോട്ടെ. എന്താണ് അപ്പൊ പിന്നെ തല്ലുപിടിക്കാൻ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ റീസൺ വേണമല്ലോ. പന്നിയെ കഴിക്കരുത്, അല്ലെങ്കിൽ പന്നി അങ്ങനെ നമുക്ക് ബീഫും പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ എല്ലാം, പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം കഴിച്ച് ശീലിച്ചോണ്ട് നമ്മൾ കഴിക്കുന്നു. നമ്മള് ജനിച്ചു വളർന്ന നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അവിടെ വേറെ രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം ഇവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം കൂടി കൂടിക്കലർന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഫൈറ്റ് ചെയ്യാൻ റീസൺ ഒന്നും ഇല്ലാത്തവരെ അവര് ഫൈറ്റ് ചെയ്യട്ടെ. ഈ ഭക്ഷണം വിശ്വാസമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് അമ്പലത്തിൽ നിന്ന് നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ട്. എന്ത് ഫുഡ്? അല്ല, സദ്യ. പള്ളിയിൽ നിന്ന് ക്രിസ്മസിന് ഫുഡ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ കഴിക്കാറുണ്ട്. ഇതിൽ എന്താണ്, ഞാൻ കഴിക്കുന്നത് ഫുഡാണ്, വിശ്വാസമായി റിലേറ്റ് ചെയ്ത ഫുഡാണ്. അതിനെ എനിക്ക് വേണമെങ്കിൽ പ്രണമിച്ച് കഴിക്കാം. അതെന്റെ അതിനുള്ള റെസ്പെക്റ്റ് ആണ്. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് വെറുതെ വാരി വലിച്ച് തിന്നാം. ഇത് എങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഓരോരുത്തർ ചോയ്സാ. ആ ചോയ്സിനെ ഇപ്പൊ എനിക്ക് വേറൊരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ, നിർബന്ധം പിടിക്കണമെങ്കിൽ അവന്റെ ടെറിട്ടറി കയറിയിട്ട് ഞാൻ വെറുതെ ചൊറിയുവാണ്. ഇനി നമുക്ക് പറയാം, നീ ചെയ്യുന്നത് ശരിയല്ല, ഇത്ര ഫുഡ് വേസ്റ്റ് ആവുന്നു, നീ ഇങ്ങനെ വൃത്തിയിൽ കഴിക്കി, മര്യാദയ്ക്ക് കഴിക്കി എന്നൊക്കെ പറയാം. ഇതല്ലാതെ നീ എന്താണ് നീ ഇത് കഴിക്കരുതെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ഫ്രീഡത്തിലുള്ള ഒരു ഇതായിട്ട്. ഇതിനൊക്കെ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ കാണാം. അതിനോട് യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ പറഞ്ഞില്ല. യോജിക്കുന്ന വെച്ചാല് നമ്മൾ എന്തിനാണ് യോജിക്കുന്നത് യോജിക്കാതിരിക്കുന്നത്? നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ കഴിക്കാം. കാരണം ബ്രാഹ്മണർ വരെ പലരും ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തോ ശരിയല്ലേ? അല്ല, ശരിയല്ലേ? കഴിക്കുന്നവന് ശരിയാണ്, കഴിക്കാത്തവന് ശരിയല്ല. ചിലപ്പോ അവന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിരിക്കാം, പക്ഷെ കഴിക്കുന്നവന് അതാണ് ശരി. അപ്പൊ ഏതാ ശരി? അങ്ങനെ ശരിയും തെറ്റും എല്ലാത്തിനും നോക്കാൻ പോയാൽ നമ്മുടെ തല തീർന്നു. പണി നേരത്തെ പറഞ്ഞ പോലെ നീതിയും അനീതിയും കുറിച്ചിട്ട് പിന്നെ പറയാൻ പറ്റില്ല. കാരണം അനീതി ചെയ്ത എന്ന് നമ്മൾ പറയുന്ന ആൾക്ക് അവർ ചെയ്യുന്ന നീതി ആയിരിക്കാം, അവരുടേതായിട്ടുള്ള നീതി ആയിരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാളെ വർക്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തനിക്ക് ഒരു പേഴ്സണലി ഒരു വർക്കില് എനിക്ക് അനീതി ഉണ്ടാവുന്നതും പേഴ്സണൽ ചോയ്സ് നമ്മൾ രണ്ടാണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി വ്യവഹാരത്തിൽ അനീതി ഉണ്ടാവുന്നത് പോലെ എന്റെ പേഴ്സണൽ ചോയ്സുകൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബാങ്കിന്റെ കാര്യമല്ല പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു രണ്ടും. അത് മാത്രമല്ല, എല്ലാത്തിലും ബാധകമല്ലേ ഇത്? നിങ്ങൾ ഇവിടെ പേഴ്സണൽ ചോയ്സ് നിങ്ങൾ മീറ്റ് കഴിക്കും. ചില വിദ്യാലയങ്ങൾ നിങ്ങൾക്ക് വെജ് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വെജേ കിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പല ജില്ലകളിലും പോയ ഫുഡ് പോലും കിട്ടൂല. അപ്പൊ ഇതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇതിനെല്ലാത്തിനും നമ്മൾ ജഡ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാല് വൻ പണിയാണ്. എനിക്ക് തലയ്ക്ക് ഓളം വരും. അതുകൊണ്ട് വേണ്ട, പരിപാടി എത്തി ഞാൻ മിണ്ടുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിന് മിണ്ടണം. ഇപ്പൊ ഓക്കെ, അപ്പൊ ടോപ്പ് 2
ഓക്കെ. ഹിമ ശങ്കർ എന്ന വ്യക്തിയെയോ ആർട്ടിസ്റ്റിനെയോ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടെങ്കിൽ ആ അവരോടൊക്കെ പറയാനുള്ള ഒറ്റ വാക്ക് മറുപടി എന്താണ്? ഒറ്റ വാക്കോ? വരിയിൽ തന്നെ പറഞ്ഞു, നീളമുള്ള വരിയിൽ പറഞ്ഞു. അല്ല, പൊതുവേ എന്താണ്, എൻ്റെ വർക്ക് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ എന്നെ തിയേറ്ററിലൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നിലെ പേഴ്സണൽ പലർക്കും ഒരു ഐഡിയ ഇല്ല. പലരും ഒരു ചിലപ്പോൾ ഒരു ഇൻസിഡന്റിനെ വലുതാക്കി പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് പലരുടെയും തലയിൽ. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇടപെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് ജഡ്ജ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഓരോരോ സിറ്റുവേഷനിൽ നിന്നാണ് ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അപ്പം തോന്നും ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും എന്നെ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ വഴിയെ, എൻ്റെ തലച്ചോറ് പറഞ്ഞ വഴിയെ, എനിക്കറിയേണ്ട കാര്യങ്ങളുടെ പിറകെ എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്തും പറഞ്ഞ് FB-യിൽ എഴുതി എനിക്ക് പറയാനുള്ളവർ കലഹിച്ച് എനിക്ക് സ്നേഹിക്കാനുള്ള സ്നേഹിച്ച് എനിക്കറിയേണ്ട കാര്യങ്ങൾക്ക് പിറകെ നടക്കുമായിരുന്നു. അപ്പം അത് നടന്ന് ഇപ്പോഴാണ് ഞാൻ എന്നെ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ആത്യന്തികമായി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ എൻ്റെ വർക്ക് ചെയ്യണം, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു രീതിക്ക് നിൽക്കുന്നത്. അപ്പം മാത്രമാണ് ചിലപ്പോൾ ഒരു ജഡ്ജ്മെന്റ് അവർക്കും എന്നെ, അല്ലാതെ ഇവർ പേഴ്സണൽ കാര്യങ്ങൾ കേട്ട് ജഡ്ജ് ചെയ്യും. എന്നെക്കുറിച്ച് 100 കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചിരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട്. ഇതൊക്കെ എങ്ങനെ ഇത് ഇപ്പൊ ഒരു ചെറിയ സാധനത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വേറെ വലിയ വലിയ കഥകളായി അതിന്റെ അപ്പുറം എനിക്കില്ലാത്ത ഒരുപാട് കാമുകന്മാരുണ്ട്. എനിക്ക് അറിയാൻ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അല്ല, ഉള്ള കാമുകന്മാർ, പക്ഷെ ഇല്ലാത്ത ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടു. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് പോലും ഞാൻ ഉണ്ടെന്നുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം ചെന്നൈയിലൊക്കെ ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട്. അവിടത്തെ എന്നെ കുറിച്ചുള്ള വൻ കഥകള്. ഞാനപ്പോ എന്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു, മോളെ എവിടെയാണ് ഈ ചേച്ചി ചെന്നൈയിലൊരു ഓഡിഷൻ. ഞാൻ ചെന്നൈയിലെ ഓഡിഷൻ പോയിട്ടേ ഇല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഥ കേൾക്കുന്നത് എവിടെ എനിക്കറിയില്ല ഇനി ആരാണെന്ന്. അപ്പൊ എന്നെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരാൾ നമ്മുടെ ഓറയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വരുന്ന സമയത്ത് അവർക്ക് അറിയാം നമ്മൾ എന്താണെന്ന്. അതുവരെ ആൾക്കാരുടെ കഥകളിൽ തന്നെയാണ് എല്ലാ ജീവിതങ്ങൾ പോകുന്നത്. പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ടോപ്പ് 1 ക്വസ്റ്റ്യൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെ തോന്നുന്നു. ഒന്നാമത്തെ ചോദ്യം. സോ കാമുകന്മാരുണ്ടായിട്ടെന്ന് പറഞ്ഞു. കുറെ കാമുകന്മാരുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ആ കാമുകന്മാരിലും റിലേഷൻഷിപ്പിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശം എക്സ്പീരിയൻസ് എന്താണ് റിലേഷൻഷിപ്പിൽ? മോശം മാത്രമാണോ ചോദിക്കുന്നത്? ആ മോശം എന്താണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലയിലിട്ട് പോവാം. മോശം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പൊതുവെ എന്താ അറിയോ, വലിയ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ, അതായത് പലപ്പോഴും ഒരു ആളോടുള്ള കണക്ഷൻ കട്ടാവാണ്. നമ്മൾ അവരെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അവർ നമ്മളെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അല്ല എന്നറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്യാപ്പ് വരുമ്പോൾ അത് സെൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് അത്രയും റിയൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ കട്ടായി പോയ ബന്ധങ്ങളുണ്ട്. പക്ഷെ മോശം എന്ന് മോശം എന്ന് പറയാനായിട്ടാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, അതായത് തെറ്റിദ്ധരിച്ചിട്ട്, ഇല്ലാത്തൊരു കാര്യത്തിനെ തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് റിലേഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തി പുറത്തു പോയിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചത് എന്നെ പറ്റി എനിക്ക്. അപ്പൊ അത് അയാളുടെ ഫ്രസ്ട്രേഷൻ അയാൾ തീർക്കുന്നത് കുറ്റം പറഞ്ഞിട്ടാണ്. ബ്രേക്ക്, അതായത് നമുക്ക് ആ സ്പേസ് കട്ടാവുന്ന, കാരണം കട്ടായി എന്നുള്ള കൃത്യമായി മനസ്സിലായി. ഇനി എത്ര ശ്രമിച്ചാലും ആ മിസ്റ്റേക്ക് മനസ്സിലായി. അത് മനസ്സിലായി. പിന്നെ പുറത്തു പോയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ആ വ്യക്തിയിൽ നിന്ന്. അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ അത്രയ്ക്കധികം സപ്പോർട്ട് ചെയ്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും പറയില്ല ഒരാളെ കുറിച്ചും കുറ്റം. ഞാൻ പ്രണയിച്ചില്ല, വളരെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ വളരെ ലിമിറ്റഡ് ആയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു വ്യക്തിയെ കുറിച്ച് പറയുള്ളൂ. ആ എന്നെ കുറിച്ച് പോയിട്ട് വളരെ ഇതായിട്ട് ഇല്ലാത്ത കഥകളും കൂട്ടി സെൽഫിനെ ന്യായീകരിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച്, കാരണം പെയിൻഫുള്ളും ആയിരുന്നു, റിലീഫും ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളെ ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് പോയിട്ട് ഇനിയിപ്പോ ഇല്ലല്ലോ ലൈഫിൽ. അതൊരു എനിക്ക് എന്റെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി ആണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ അത് ആ ടോക്സിക് പേഴ്സൺ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കിയതിൽ സന്തോഷം. അല്ല, പോവേണ്ടത് പോകണമെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സംഭവം. സോ നമ്മൾ ആ സംസാരിച്ച് വന്നതിൽ തന്നെ എനിക്ക് തോന്നുന്നു ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യത്തിൽ തന്നെ ടോപ്പ് 1 പോകാൻ തോന്നുന്നു. റെഡി? ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, പറയട്ടെ.
എന്നെ എപ്പോഴും ഹിമ ശങ്കർ എന്ന് പറയുന്നു. ഞാൻ എൻ്റെ പേരിന് കൂടെ ഒരു ഐയും കൂടി ചേർത്തു. അപ്പൊ ഹിമ ശങ്കരി എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹം. ഞാൻ ആക്ച്വലി ചോദിക്കാൻ വരികയായിരുന്നു, നമ്മുടെ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിന്റെ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് അതിലോട്ട് വരാൻ നിൽക്കായിരുന്നു. കാരണം അപ്പൊ അതിലോട്ട് വരാം, ഈ ചോദ്യം കഴിഞ്ഞിട്ട് അതിലോട്ട് വരാം. റെഡി? സോ ടോപ്പ് 1, ഇതുവരെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും മോശം, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായില്ല? പറഞ്ഞല്ലോ, പറഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിൽ എടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, മോശം കാര്യം മാത്രം കേൾക്കണ്ടോന്ന്. നല്ലത് എല്ലാവർക്കും മോശം, ഇവിടെ മൊത്തം വെറുപ്പും മോശം കാര്യങ്ങൾ മാത്രമേ മാർക്കറ്റുള്ളൂ. നല്ല മനസ്സിന് കുളിർമയേകുന്ന നല്ല കാര്യം എന്തായിരുന്നു പറയൂ റിലേഷൻഷിപ്പില്? അല്ല, ഞാൻ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചല്ല. റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രണയം. ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ജെന്യുവൻ ആയില്ലെങ്കിൽ അതും നമുക്കൊരു ലെസൺ ആണ്. പക്ഷെ അടുത്തറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു പ്രണയത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കും നോക്കുക, അല്ലെ? അവിടെ ചിലപ്പോ സതുദ്ദേശത്തോടെ ആണെങ്കിൽ പോലും ചില ഫേക്ക് മാസ്ക് പ്രൊഫൈലുകൾ ഇതിനോട് യോജിക്കുന്നു, അവിടെ നല്ലത് സംഭവിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, മാസ്ക്ഡ് ആയിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ മെച്യൂർഡ് ആവുന്നത്? ഒരു മാസ്ക്ഡ് പേഴ്സണെ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. ഭയങ്കര ബ്രില്യൻ്റ് ആയുള്ള ആൾക്കാരുടെ ഇല്ലെന്നല്ല, പക്ഷെ ഇപ്പോ നമ്മള് പണികിട്ടി ആയിരിക്കാം ഇപ്പൊ, പക്ഷെ കുറച്ചും കൂടിയൊക്കെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ മനസ്സിലാവുന്നുണ്ട്. മാത്രല്ല വളരെ, പിന്നെ ആൾക്കാരോട് ക്ലോസ്, അവരുടെ ഇമോഷൻസ് കാണാനും ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഒരു പ്രണയം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ നമുക്ക് പോലും നമ്മളെ മനസ്സിലാകാൻ ചിലപ്പോൾ ഒരു മിറർ പോലെ നിൽക്കാൻ ഒരു റിലേഷൻഷിപ്പ് വേണം. ഞാൻ അതിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഒരു പ്രണയത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെടരുന്ന് എന്നുള്ള തോന്നലില് പറയുന്ന കള്ളങ്ങൾ ശരിയാണോ തെറ്റാണോ? അതായത് ഇത് ചിലപ്പോൾ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അതുപോലെ എടുത്തോളന്നില്ല, അവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായേക്കാം, പിന്നീട് അവർ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പിൽ വിള്ളൽ വന്നേക്കാം. ആ വ്യക്തി ആണോ പെണ്ണോ ആയിക്കോട്ടെ, നഷ്ടപ്പെടുന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയോ കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? ഞാൻ ഇപ്പൊ കുറച്ച് നാളത്തെ എൻ്റെ ലൈഫിന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സത്യസന്ധമായിരിക്കാൻ ഏറ്റവും കൂടുതൽ 100% പറ്റുന്ന അവനവനോട് മാത്രമാണ്. സ്വന്തം വീട്ടിൽ കള്ളം പറയാറില്ലേ നേരം വൈകുമ്പോ? ഇല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കള്ളു കുടിക്കുമ്പോ വീട്ടിൽ വിളിച്ചിട്ട് അതിന് മുമ്പേ പറഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്യാറില്ലേ? അല്ല, മീൻസ് അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. അതുപോലെ ഓരോ നമ്മള് പറയാ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ വീട്ടിൽ കള്ളം പറയാറുണ്ട്, ഇല്ലേ? അതെന്താ റിലേഷൻഷിപ്പുമായി കൂട്ടി ചിന്തിക്കാതെ പറയുന്നത്? അതുപോലെ ഒരു വ്യക്തിയുടെ അടുത്തും ഒരാളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ മറ്റൊരാൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് അയാളെ കെയർ ചെയ്യുന്നോണ്ടാണ്. അപ്പൊ അത് എനിക്ക് നമ്മളോട് മാത്രമേ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇനി ഈ ലോകത്തുള്ള എന്ത് കാര്യത്തിലും ഒരു വൈകിയതിന് പോലും ഒരു ചെറിയ കള്ളം, ഇനി അത്ര സത്യസന്ധമായി ആകണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ പ്രവർത്തിച്ചിട്ട് വൻ പണികൾ കിട്ടിയ ഒരാളാണ്. ട്രൂത്ത്ഫുള്ളിന് അങ്ങേറ്റത്തെ ട്രൂത്ത്ഫുൾ ആയിരുന്നു, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതെനിക്ക് തന്നിട്ടുള്ള പണികളുടെ അത്ര വേറെ ഒരു കാമുകനും ഒരു ആളും തന്നിട്ടില്ല. വെരി ജെന്യൂൻ. അപ്പൊ ഞങ്ങൾക്ക് എന്തിനാണ്, നമ്മളോടാണ് ജെന്യൂൻ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ ദ്രോഹിക്കത്തില്ല, മനസ്സുകൊണ്ട് അവരെ കള്ളത്തരം കാണിക്കത്തില്ല എന്ന് വിചാരിക്കും, മനസ്സിൽ മതി. പുറത്ത് നമ്മൾ എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് പോവാന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായവർക്ക്. അതില് തെറ്റുമില്ല. കാരണം വെച്ചാല് ഒരാളെ നശിപ്പിക്കുന്നതിന് വരെ അയാൾ ചെറിയൊരു കള്ളം അയാളെ സമാധാനിപ്പിക്കുമെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്രിയം പറയരുത്, അപ്രിയ സത്യം പറയരുന്നൊരു വളരെ കൃത്യമായിട്ടുള്ള ചാണക്യനീതിയുണ്ട്. അപ്പൊ അപ്പൊ പറയുന്ന സംഖ്യയൊക്കെ ചാണക്യം മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യമാണ്, അപ്രിയ സത്യം പറയുക എന്നുള്ളത് വേണ്ടെന്ന് വെക്കുക തന്നെയാണ് നല്ലത്. പിന്നീട് തിരിച്ചറിഞ്ഞ് വിഷമം ഉണ്ടാക്കിയാൽ അത് പിന്നെ തിരിച്ചറിഞ്ഞ് വിഷമം ഉണ്ടാക്കുവാണെങ്കിൽ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന് ദൈർഘ്യം ഉണ്ടാവില്ല അത്രയും കാലം. എന്താ? അപ്രിയം ആണെങ്കിൽ പോലും സത്യങ്ങളല്ല പറയുന്നെങ്കിൽ അതിനത്രത്തോളം ദൈർഘ്യം ഉണ്ടാവില്ല എന്നല്ല പറയാം. ഞാൻ പറയട്ടെ, അതേ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കള്ളം പറയുന്നതൊക്കെ നിങ്ങൾ തിരിച്ചു പറയാറുണ്ട്. നമ്മൾ ഒരാളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ വളരെ സീരിയസ് ആയുള്ള ഒരു കാര്യമാണെങ്കിൽ അത് പറയണമെന്ന് ഞാൻ പറയാം. അതായത് ഒരു മനുഷ്യന്റെ അടുത്ത്, ഞാൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരിക്കുകയാണ്, അയാളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമാകും എന്നുള്ളൊരു ഇഷ്യൂ, അത് ഇനി അയാൾക്ക് വേദനിച്ചാലും പറയണം. അതെന്റെ പോളിസി അങ്ങനെയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ സീരിയസ് ആയുള്ള കാര്യമാണെങ്കിൽ അയാൾ വേദനിച്ചാലും അത് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് രണ്ടും രണ്ട് കാര്യമാണ്.
അപ്പൊ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നല്ല കിടലായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഇതിന് ഉത്തരങ്ങൾ എനിക്ക് പ്രതീക്ഷിച്ചെടുത്ത് വലിയ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് എന്താണ് പറയാ, നാട്ടുകാരുടെ ഒന്ന് മൊത്തം എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ ടോപ്പ് 10 ഉത്തരങ്ങൾ നൽകിയതില് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു? ഇല്ല, ഞാൻ എനിക്ക് കള്ളം ഇപ്പൊ കുറച്ച് ഇല്ലല്ലോ. വർക്കുകളൊക്കെ വന്നു വരുന്നുണ്ട്. ഇനി അതിനെ നശിപ്പിച്ച് കൈ തരുമോ?